ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കാണാപ്പുറത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് 300-ലധികം വർഷം പഴക്കമുള്ള മണ്ണിൻ്റെ ഒരു വീടാണ്. അത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫുള്ള് ഫോറസ്റ്റിലാണ് മൊത്തം. ഇത് കുറുവാദ്വീപിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും മുടങ്കര രാജേട്ടൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ആരോട് വഴി ചോദിച്ചാലും പറഞ്ഞു ഫോറസ്റ്റിൽ കൂടെയാണ് അവരെ വീട്ടിലേക്ക് പോകാനുള്ള ആനയും എല്ലാ മൃഗങ്ങളും ഉള്ള ഫോറസ്റ്റാണ്. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്, എന്നാലും നമുക്ക് പോയി കാണാം രാജേട്ടൻ്റെ വീടും അതിൻ്റെ പ്രത്യേകതകളും. ഇതൊക്കെ നമ്മളെ രാജേട്ടൻ്റെ വയലാണ്. ഇങ്ങനെ നോക്കി ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം കൃഷിയുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ അക്കരെ ആ കാണുന്നതൊക്കെ ഫോറസ്റ്റാണ്. അവിടുന്ന് ഇങ്ങോട്ട് ആനകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ വയലിൻ്റെ ഇക്കരെ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചൊരു പാലമാണിത്. ഈ പാലത്തിൽ കൂടെ ആന അങ്ങനെ കയറി ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ഈ കമ്പി കറണ്ടിൻ്റെ ലൈനുണ്ട് ഇതിലൊക്കെ. അപ്പോൾ അത് പാസ് ചെയ്തിട്ടും ആന വരില്ല. അതായത് ഈ തോട്ടിൽ വെള്ളം കുടിക്കാൻ ആന വരും, പക്ഷേ ഇക്കരയ്ക്ക് ആന കടക്കില്ല. എന്നാലും ഏറുമാടങ്ങളൊക്കെ ഉണ്ട്. ആന വല്ലപ്പോഴൊക്കെ വരാറുണ്ട്, മേലെ കൂടെയൊക്കെ വരാറുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇന്നലെ ഇവിടെ മൊത്തത്തിൽ ആന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യമല്ല, ഞങ്ങൾ വന്നപ്പോൾ ഇതുവരെ ആനേനെ കണ്ടിട്ടില്ല. ഇനി വൈകുന്നേരം ആകുമ്പോൾ വരുമോയെന്ന് അറിയില്ല അല്ലേ ഗണേശാമേ? ഇന്നലെ ഉണ്ടായിരുന്നില്ലേ ആന? ഇന്നിപ്പം വൈകുന്നേരം ചിലപ്പോൾ ഇറങ്ങുമെന്നാണ് പറയുന്നത്. വൈകുന്നേരമൊക്കെ സാധാരണ ഭയങ്കര ഒച്ചയും. ഇന്നലെ മേലെ പറമ്പിലൊക്കെ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഒത്തിരി കൂട്ടായിട്ട് ആന. അവിടെ ഒരു പറമ്പിന്റെ ഒരു ബോർഡ് ഉണ്ട്, അതിലൂടെ ഇല്ലി ഉണ്ട്, അത് ഒടിച്ചോണ്ട് തിന്നു. ഇന്നലെ അതൊക്കെ ഒടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ തിന്നുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പം വൈകുന്നേരം ആകുമ്പോൾ രാത്രിയാകുമ്പോൾ എന്തായാലും വരും എന്നാണ് പറയുന്നത്, വെള്ളം കുടിക്കാനൊക്കെ വരും. പക്ഷേ അത്രയും സമയം നമുക്ക് ഇവിടെ നിൽക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് ഇവിടം വരെയൊക്കെ ഒന്ന് വന്നിട്ട് കണ്ട് ഈ വയലും കാടൊക്കെ ഒന്ന് കണ്ട്. നല്ല കാറ്റാണ് ഇവിടെ, അതാണ് മെയിൻ. നമ്മളെ നാട്ടിലിപ്പം ചൂടെടുത്ത ആൾക്കാരിങ്ങനെ വിഷമിക്കുന്ന സമയത്തും ഇവിടെ ഈ ഏത് വെയിലത്തായാലും വയലിൽ നല്ല കാറ്റും തണുപ്പും. കർണാടക ബോർഡർ അവിടുന്ന് വരുന്ന കാറ്റാണ്, നല്ല സുഖമാണ് ഇവിടെയൊക്കെ. നമുക്കിങ്ങനെ വെറുതെ ഏത് വെയിലത്തും നമുക്ക് ഇതിലെങ്ങനെ നടക്കാം, കാണാം ഈ സ്ഥലങ്ങളൊക്കെ. ഇതാണ് നമ്മളെ രാജേട്ടൻ. നമുക്ക് രാജേട്ടനെയും കാണാം, നമ്മളെ രാജേട്ടൻ്റെ വീടിനെ പറ്റിയൊക്കെ ചോദിക്കാം. രാജേട്ടൻ ചെറുതായപ്പോൾ ഈ വീട് തന്നെയല്ലേ അല്ലേ? ഇപ്പം പുതിയ വീടിനുള്ള തറയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും പഴയത് പൊളിച്ചില്ല. പഴയ വീട് അങ്ങനെ പൊളിക്കാതെ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. രാജേട്ടനും 2 പെൺകുട്ടികളാണ്. പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു. രാജേട്ടനും ചേച്ചിയും രാജേട്ടൻ്റെ പെങ്ങളും ഉണ്ട് ഇവിടെ താമസം. അപ്പം കൃഷിയാണ് ഇവർക്ക് മെയിനായിട്ട്. ഇടനാടൻ ചെട്ടി എന്ന് കർണാടകയിൽ നിന്ന് കുടിയേറി പാർത്ത ഇടനാടൻ ചെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമുദായമാണ് ഇവർ കൃഷി 500 വർഷത്തിന് മേലെ കുടിയേറി പാർത്ത കർണാടക സംസ്കാരവും കേരളവും കൂടി ചേർന്നിട്ടുള്ള ഭാഷ. ഇവർ വീട്ടിൽ സംസാരിക്കുമ്പോൾ ചിലപ്പം കന്നഡ ആയിരിക്കും സംസാരിക്കുക, പക്ഷേ നമ്മളെ മലയാളം എല്ലാം ഇവർക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നത് മലയാളം ആയതുകൊണ്ട് മലയാളവും കന്നഡയും കൂടി മിക്സായിട്ട് വീട്ടിലൊക്കെ ഇവർ ചിലപ്പം കന്നഡയായിരിക്കും സംസാരിക്കുക. എപ്പോഴും ഇവർ ഈ ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള സ്ഥലമായിരിക്കും ഇവർക്ക്. കൃഷിയാണ് ഇവരെ ഉപജീവന മാർഗം എന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റിനോട് ചേർന്നിട്ട് വെള്ളവും യാത്രാ സൗകര്യമുള്ള സ്ഥലം നോക്കിയിട്ട് ഇവർ ഇപ്പം ഇവിടെ തന്നെ രാജേട്ടന് തന്നെ 10 ഏക്കർ സ്ഥലം, അതിൽ 5 ഏക്കറേയും വയലാണ്. ആനയൊക്കെ എപ്പോഴും വരുന്ന ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ ആന എപ്പോഴും ഇറങ്ങി വരുന്ന സ്ഥലമാണ്. വീട്ടിലൊക്കെ ആന എപ്പോഴും വരും, അങ്ങനത്തെ സ്ഥലമാണ്. ആ വീടിൻ്റെ പഴക്കമാണ് നമ്മളിപ്പം മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ആ വീടും അത്രയും 300 വർഷത്തിലധികം പഴക്കമുള്ള വെറും മണ്ണ് കൊണ്ട് നിർമ്മിച്ച ആ വീട് നമുക്ക് രാജേട്ടൻ്റെ കൂടെ പോയിട്ട് കാണാം. 300 വർഷത്തിലധികം പഴക്കമുള്ള വെറും മണ്ണ് കൊണ്ട് മാത്രം നിർമ്മിച്ച വീടാണ്. വേറെ കല്ലോ അങ്ങനത്തെ യാതൊരു സാധനങ്ങളും ഇല്ലാതെ മണ്ണ് പ്രത്യേക രീതിയിൽ കുഴച്ചിട്ട് നല്ല വീതിയുള്ള ചുമര് പോലെ ഉണ്ടാക്കി ഒരു ജനൽ പോലും ഇല്ലാതെ നിർമ്മിച്ച വീടാണ്. ആ വീടിൻ്റെ മരങ്ങളൊക്കെ വെറും ഉളിയോ അല്ല ഈ കൊടുവാളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെത്തിയെടുത്തിട്ടാണ് ആ വീടിൻ്റെ ഉത്തരവും പാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിനുശേഷം അതിൻ്റെ മേലെ പാക്ക് എന്ന് പറയുന്ന നെല്ല് ഉണക്കാൻ വേണ്ടിയിട്ട് അതും മണ്ണ് ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു പാക്ക് പോലെ ഉണ്ടാക്കിയിട്ടുള്ള മുള ഒരു പ്രത്യേക രീതിയിൽ മുള ഇങ്ങനെ മടഞ്ഞെടുത്തിട്ട് ഉള്ളൊരു പ്രത്യേക വാതിലാണ് ഇതിങ്ങനെ. ഇതൊക്കെ മരം ഇങ്ങനെ വേണ്ട ഉളിയും ഇതൊന്നും വെച്ചിട്ടല്ല, പണ്ടത്തെ കാലത്ത് മഴ കൊണ്ടോ എന്തോ ചെത്തിയിട്ട്
അങ്ങനെ വേറെ ഒന്നും ഉപയോഗിക്കാതെ മഴ കൊണ്ടൊക്കെ ചെത്തിയെടുത്തിട്ടാണ് ഈ വീടിൻ്റെ മരങ്ങളൊക്കെ നിർമ്മിച്ചത്. അത്രയും വർഷം, അതായത് ഉളിയും മറ്റ് ആയുധങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും വർഷം ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും വർഷം പഴക്കണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഇപ്പോഴും ഈ കൊടിയ വേനലിലും നല്ലൊരു കൂളിംഗ് ആണ് ഈ വീടിൻ്റെ അകത്ത്. ഈ വാതിലിൻ്റെ കട്ടിലയിൽ മാത്രം കുറേ ചിത്രപ്പണികളൊക്കെ ഉണ്ട്, പക്ഷേ ഇതും കൈപ്പണി തന്നെ ആയിരിക്കും അല്ലേ? ആണല്ലേ? ആ ആ ആ ഇതൊക്കെ മണ്ണിലിങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടാണ്. ഈ കട്ടിലേൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര തന്നെ ചുമരിന് വീണ്ടും വീതി ഉണ്ട്. ഇതിൻ്റെ വീതി, ഈ വീടൊക്കെ പുല്ല് മേഞ്ഞ വീടായിരുന്നു. ഇപ്പം പുല്ലൊന്നും മേയാൻ ആളെ കിട്ടാത്തത് കൊണ്ട് രാജേട്ടൻ ആ വീട് ഇതുവരെ പൊളിച്ചില്ല. പക്ഷേ ആ പുല്ല് മേയാൻ ആളെ കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ മേലെയൊക്കെ ഫ്ലക്സാണ് ഇപ്പോൾ ഇട്ടത്. ഈ 300-ലധികം വർഷം പഴക്കമുള്ള വീടും പരിസരവും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാണാപ്പുറത്തിൻ്റെ ഇതുപോലെ പ്രത്യേകതകളുള്ള ഒരുപാട് വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.